റഷ്യൻ അതിർത്തിയിലെ യുദ്ധമേഖലയിൽ കുടുങ്ങിയ 5 തെങ്ങ് സ്വദേശികളുടെ മോചനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. വനമേഖലയിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും ടിനു എവിടെയാണെന്ന് അറിയില്ലെന്നും വിനീതിന്റെ ശബ്ദ സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനുള്ള സഹായമെങ്കിലും ചെയ്യണമെന്നും മോചനത്തിനായി എംബസി അടിയന്തരമായി ഇടപെടണമെന്നും ശബ്ദ സന്ദേശത്തിൽ വിനീത് പറയുന്നുണ്ട്. റഷ്യൻ എംബസി പ്രൊസീജിയർ ഉണ്ടല്ലേ, ആദ്യം ഞങ്ങളെ സേഫാണ് എന്നുവെച്ചാൽ എംബസിയെ കൺട്രോളിൽ ഞങ്ങളെ സേഫാക്കിയിട്ട് പിന്നെ പ്രൊസീജിയർ ചെയ്യാൻ പറയും. ആദ്യം എൻ്റെ ആ സേഫാണ് വേണ്ടാണ്. ഞങ്ങൾ ഇതുവരെ സേഫൊന്നുമല്ല. അതറിയാം സിറ്റുവേഷൻ മോശമൊന്നുമില്ല. ഞാൻ അതിൻ്റെ പറഞ്ഞു സിറ്റുവേഷൻ മോശമൊന്നുമില്ല. ഞങ്ങൾ ഇതുവരെ സേഫായില്ലേ. ഞാൻ ഇപ്പോൾ ലൈനിലുണ്ട്, മനസ്സിലായോ? പക്ഷേ ടിനു ലൈനിലില്ല. പക്ഷേ എനിക്ക് ടിനു എവിടെ ഉണ്ട് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ടിനു എൻ്റെ ഈ ലൊക്കേഷനിൽ തന്നെ ഉണ്ട്. കാടും പ്രദേശങ്ങളാണ്, മനസ്സിലായോ? അല്ലാതെ ടിനു ഞങ്ങളുടെ അടുത്തൊരു കമാൻഡർ പറഞ്ഞ് വാക്കിട്ടൊക്കെ വിളിച്ചത് പറഞ്ഞ് ടിനു എൻ്റെ ഒരു 5 കിലോമീറ്റർ ഡിഫറൻറ്റിലുണ്ട്. എന്നെ എംബസി ക്യാച്ചപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ടിനുവിൻ്റെ എങ്ങനെ ഞാൻ ലൈനിലെടുക്കുക. ഞാൻ അവർക്ക് അങ്ങനെ അറിയാൻ പറ്റുമെന്നല്ലേ. ഈ ഫോട്ടോ എങ്ങനെയെങ്കിലും ലീക്കായി കഴിഞ്ഞാൽ എനിക്ക് പണിയെന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ ഫോൺ ട്രാക്ക് ചെയ്ത് ചെയ്യാം. എന്നാൽ എൻ്റെ ഫോൺ അതിൻ്റെ കയ്യിലായിരുന്നു. ഈ ഇടയ്ക്കാണ് തന്നെ. മോസ്കോയിലെ ഇന്ത്യൻ എംബസി റഷ്യൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. വിദേശകാര്യ സെക്രട്ടറി അടൂർ പ്രകാശ് എംപിക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം. കത്തിന്റെ പകർപ്പും ന്യൂസ് 18 ലഭിച്ചു. ആശ്വസിച്ചിരുന്നു. കാര്യങ്ങൾ അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് തീരുമാനമായി എന്നൊക്കെയുള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറി മറിയുകയാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഉക്രൈൻ അതിർത്തിയിലെ ലിസ്റ്റുചെൻസിൽ ആണ് വിനീതും ടിനുവും അതോടൊപ്പം മറ്റ് ഇന്ത്യൻ പൗരന്മാരും കുടുങ്ങിക്കിടക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. യുദ്ധമുഖത്ത് തന്നെ അവരിപ്പോഴും തുടരുകയാണ്. അവർക്ക് രക്ഷപ്പെടുന്നതിനോട് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും എംബസിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ട് ലഭിക്കുന്നില്ല എന്നാണ് വിനീതിന്റെ സന്ദേശത്തിൽ ഉള്ളത്. പ്രിൻസിന് രക്ഷപ്പെടാൻ അവസരമൊരുങ്ങിയത് എംബസിയുടെ ഇടപെടൽ മൂലം അല്ല എന്നും ഈ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നതിനാൽ ആശുപത്രി അധികൃതരുടെ സഹായം മൂലമാണ് പ്രിൻസിന് ആ ഒരു സഹായഹസ്തം ലഭിച്ചതെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് 5 തെങ്ങ് സ്വദേശികളുടെ മാത്രം കാര്യമല്ല. ഏതാണ്ട് 130ഓളം ഇന്ത്യൻ പൗരന്മാരെ സമാനമായ തരത്തിൽ നേരിട്ട് റഷ്യൻ യുദ്ധമേഖലയിൽ യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വ്യാജ റിക്രൂട്ട്മെന്റ് സംഘം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരാണ് ഈ ലിസ്റ്റുചെൻസിന്റെ സമീപം കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് വിനീതിന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അടൂർ പ്രകാശ് എംപിക്ക് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പരാതി നൽകിയിരുന്നു. അതിൽ മറുപടി നൽകിയിരിക്കുന്നത് അതിൽ മോസ്കോയിലുള്ള ഇന്ത്യൻ എംബസിയുമായി റഷ്യൻ അധികൃതർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇവരുടെ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടക്കുമെന്ന ഉറപ്പാണ് ഇമെയിൽ സന്ദേശത്തിലൂടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അടൂർ പ്രകാശ് എംപിക്ക് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ആശങ്കയുണർത്തുന്ന കാര്യം തന്നെയാണ് വിനീതിന്റെ ശബ്ദ സന്ദേശത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അശ്വതി, ധന്യ. ശരി, ഇതിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പൊ എം പിയുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ഇന്നലെ നമ്മൾ ഇപ്പം കുടുംബത്തോടൊക്കെ സംസാരിക്കുമ്പോൾ ആശ്വാസകരമായിരുന്നു എംബസിയിൽ എത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാക്കാൻ വേണ്ടി എംബസി എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടോ? എങ്ങനെയായിരിക്കും അത് സാധ്യമാവുക? അത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യം അല്ല എന്നാണ് വിനീതിന്റെ ഈ സന്ദേശങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത്. കാരണം അവർ റഷ്യൻ യുദ്ധമേഖലയിലാണ്. സൈനികർക്കൊപ്പം വിവിധ ക്യാമ്പുകളിലായാണ് ഇന്ത്യൻ പൗരന്മാരെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. വിനീതും ടിനുവും തമ്മിൽ ഏതാണ്ട് 5 കിലോമീറ്റർ വ്യത്യാസമുള്ള ഒരു വനപ്രദേശത്താണ് ഇവർ ഇപ്പോൾ ഉള്ളത് എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് അല്പസമയം മുമ്പ് വിനീതിന്റെ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി ലഭിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ലിസ്റ്റുചെൻസിന് സമീപത്ത് സ്ലോട്രാവിക്ക എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവൻ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം. തങ്ങളാണ് യഥാർത്ഥത്തിൽ സുരക്ഷിതരല്ലാത്തവർ. എംബസിയുടെ ഒരു സഹായവും തങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ലഭിക്കുന്നില്ല എന്നും ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുകയാണ് വിനീത്. ധന്യ.
ഇതിൽ നേരത്തെ വിനീതിന്റെ ശബ്ദം കേട്ടപ്പോൾ അതിൽ നിന്ന് ഈ ചിത്രം പുറത്തു പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം പലതരത്തിലുള്ള ആശങ്കയിലും പേടിയിലുമാണ് ഇവരുള്ളതെന്ന് തോന്നുന്നു. ഏതെങ്കിലും തരത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നിലവിൽ? അവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ നമുക്കും കഴിയുന്നില്ല. അവരുടെ ഒരു സുഹൃത്തിന് അവർ അയച്ചു നൽകിയ സന്ദേശമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഈ സുഹൃത്തിന്റെ പക്കൽ നിന്നാണ് നമുക്ക് ഈ വിനീതിന്റെ ഈ ശബ്ദ സന്ദേശം ലഭ്യമായിരിക്കുന്നത്. അവരുടെ ചിത്രങ്ങളടക്കം ഒരു അതായത് ഈ സൈനിക വേഷത്തിലുള്ള ഒരു ചിത്രം, വിനീതിന്റെ ചിത്രം മാത്രമാണ് നമുക്കിതുവരെ ലഭ്യമായിട്ടുള്ളത്. കാരണം അവരുടെ ചിത്രങ്ങൾ എടുത്ത് അയക്കുന്നതിന് പരിമിതി ഉണ്ട് എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. പക്ഷേ ജീവൻ അപകടത്തിലായ സ്ഥിതിയിലാണ് വിനീത് ഉൾപ്പെടെയുള്ളവർ. കാരണം അവർ യുദ്ധമുഖത്ത് തുടരുകയാണ്. ഒരു സുരക്ഷയുമില്ലാതെയാണ് ഈ യുദ്ധമുഖത്ത് അവർ ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അടിയന്തരമായി ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് നാട്ടിലേക്ക് എത്തിക്കണമെന്ന് അവർ പറയുന്നില്ല. റഷ്യയിലെ തന്നെ ഏതെങ്കിലും ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അവിടെ നിന്ന് വൈകിയാണെങ്കിലും നാട്ടിൽ എത്തിച്ചാൽ മതി എന്ന ദയനീയമായ വാക്കുകളാണ് വിനീതിന്റെ ഈ ശബ്ദ സന്ദേശത്തിൽ. അതിൽ എംബസിക്ക് എത്രത്തോളം ഇടപെടാൻ സാധിക്കും? എംബസിക്ക് അങ്ങനെ അവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്താൻ നിലവിൽ സാധിക്കുമോ? അതിനുള്ള സമ്മർദ്ദം നൽകുന്നുണ്ടോ? ഈ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ്? സ്വാഭാവികമായി എംബസിയുടെ ഭാഗത്ത് നിന്ന് മോസ്കോയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് ആണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പ്രിൻസിനെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ട്രാവൽ പേപ്പർ അനുവദിക്കുന്നതിന് വേണ്ടി ഇന്നലെ എംബസിയിൽ വിളിച്ചു വരുത്തിയത്. അതോടൊപ്പം തന്നെ പൊഴിയൂർ സ്വദേശിയായ ഡേവിഡ്സൺ എന്ന ഒരാളും ഈ എംബസിയുമായി ബന്ധപ്പെട്ട് അവർക്ക് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം എംബസി ചെയ്തു എന്നാണ് ഇന്നലെ രാത്രി അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിന് പിന്നാലെയാണ് അർദ്ധരാത്രിയോടെയാണ് ഈ വിനീതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ ഈ ശബ്ദ സന്ദേശത്തിൽ വിനീത് തന്നെ പറയുന്നത് എംബസിയുടെ സഹായത്തോടെ അല്ല പ്രിൻസ് രക്ഷപ്പെട്ടത്. അവര് ആശുപത്രിയിലെത്തി ചികിത്സയിലായിരുന്നതിനാൽ ആശുപത്രി അധികൃതരാണ് അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയ സൗകര്യം ഒരുക്കി നൽകിയെന്നാണ്. അല്പസമയത്തിനകം നമുക്കത് ആ ശബ്ദ സന്ദേശം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് വിനീതും ടിനുവും ഉൾപ്പെടെയുള്ള 120-ലേറെ ഇന്ത്യൻ പൗരന്മാർ ഇപ്പോഴും ഈ ലിസ്റ്റുചെൻസിനടുത്ത്, യുക്രൈൻ അതിർത്തിയിലെ ലിസ്റ്റുചെൻസിനടുത്ത് ഒരു വനമേഖലയിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സങ്കടകരമാണ്. ഇവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബത്തിന്റെ കൂടി കാര്യം ഓർക്കുമ്പോൾ. അവരുമായി പിന്നീട് സംസാരിച്ചിരുന്നോ ഡാൻ? എന്താണ് അവസ്ഥ? വിനീതിന്റെ കുടുംബവുമായി നമുക്ക് അതിനുശേഷം ബന്ധപ്പെടാൻ കഴിയുന്നില്ല. വിനീതിന്റെ കുടുംബത്തിലുള്ളവർക്ക് ടിനുവിൻ ഒക്കെയുള്ളവർ ചില സന്ദേശങ്ങൾ കുടുംബാംഗങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല, പിന്നീട് വിളിക്കാമെന്ന് മാത്രമാണ് പറയുന്നത്. അതിനുശേഷം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സുഹൃത്തിന് അയച്ചിരിക്കുന്ന ശബ്ദ സന്ദേശത്തിലാണ് വിനീത് വിശദമായി അവിടുത്തെ അപകടാവസ്ഥ എത്രത്തോളമാണ് എന്ന കാര്യവും കുടുംബാംഗങ്ങൾ ഇത് അറിയരുത് എന്ന കാര്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആശങ്കയിലാണ് വിനീതും ടിനുവും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ യുക്രൈൻ അതിർത്തി മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ്. അത് കുടുംബാംഗങ്ങളെ അറിയിച്ച് അവർക്കൊരു ഭീതി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ കുടുംബാംഗങ്ങളുമായിട്ട് ഇക്കാര്യം പങ്കുവെക്കാതിരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഓഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു കുടുംബം പറഞ്ഞതും. അപ്പം അതിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നുണ്ടോ ഇപ്പോൾ? അത്തരത്തിലുള്ള സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല. കാരണം അവരെ തുടർച്ചയായി ഈ യുദ്ധമുഖത്ത് തന്നെ, അതായത് ഈ കൂലിപ്പട്ടാളത്തെ പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവൻ സുരക്ഷിതമല്ല എന്നതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം. കാരണം അവിടെ എന്തെങ്കിലും യുദ്ധമുഖത്ത് വെച്ച് സംഭവിച്ചാൽ അതിന് ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന വലിയ ചോദ്യം ഉയരുകയാണ്. അവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തി ഇവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ എംബസിയുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആശങ്ക തന്നെയാണ് നമുക്ക് ഈ വിനീതിന്റെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ കാര്യത്തിലുള്ള ആശങ്ക ഇപ്പോഴും വലിയ തരത്തിൽ, ഏറുന്ന തരത്തിലേക്ക് മാറുകയാണ് വിനീതിന്റേതായി പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളിലൂടെ. ഡാൻ, മറ്റ് എവിടെ ഉള്ള ആളുകളൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റുകളിലുള്ള ആളുകളാണ് എന്നതിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന് മാത്രമേ ഇവർക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. പരസ്പരം ഈ കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. കാരണം റഷ്യൻ കമാൻഡർമാരുടെ നേതൃത്വത്തിൽ, ഈ സൈനിക കമാൻഡർമാരുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പുകളിലാണ് ഓരോ ഇന്ത്യൻ സംഘത്തെയും വിവിധ വിഭാഗങ്ങളായി ഇവർ പാർപ്പിച്ചിരിക്കുന്നത്. മലയാളികളായ ടിനുവും വിനീതും പ്രിൻസും ഒരു സ്ഥലത്തായിരുന്നു ആദ്യമുള്ളതെങ്കിൽ ഈ മുഖത്ത് വെടിയേറ്റ് പരിക്കേറ്റതിനെ തുടർന്നാണ് പ്രിൻസിനെ ആശുപത്രിയിലേക്ക്, മോസ്കോയിലേക്ക് മാറ്റുന്നത്. പിന്നീട് പ്രിൻസുമായി അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. വിനീതും ടിനുവും ലിസ്റ്റു ചെൻസിനടുത്ത് സ്ലോട്ടറാവിക്ക എന്ന സ്ഥലത്ത് 5 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഈ രണ്ടുപേരും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന സംഭാഷണമാണ് ഏറ്റവും ഒടുവിലായി വിനീതിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ നാളെ ഒരുപക്ഷെ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമായിരിക്കാം. കാരണം വനമേഖലയിലാണ് ഈ യുദ്ധം തുടരുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ഈ ശബ്ദ സന്ദേശത്തിലൂടെ തന്നെയാണ്. നമുക്ക് ശബ്ദ സന്ദേശം കേൾക്കാം. സ്ഥലത്ത് തന്നെ, പക്ഷേ അതിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ഈ ലിസ്റ്റ് ചാൻസ് എന്ന് പറയുന്ന സിറ്റിയാണ്, പക്ഷെ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ സ്ലോട്ടറാവിക്ക. ഈ ലൊക്കാലിറ്റി തന്നെ, ഈ വാർ ഏരിയ സൈഡ് തന്നെ ടിനുവെല്ലാം ഉണ്ട്. ടിനുവെല്ല ഇന്ത്യക്കാർ മിക്ക ആൾക്കാരും ഉണ്ട്. ടിനുവെന്ന് എനിക്ക് ലാൻഡ് എടുക്കാൻ കിട്ടും. എംബസി ഒരു ഹെൽപ്പ് ഇല്ല, ഇവിടെ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ അങ്ങനെ നമുക്ക് ടിനുവെല്ലാം ലാൻഡ് എടുക്കാൻ പറ്റും. എന്തെങ്കിലും തീരുമാനം ആയെന്ന് പറഞ്ഞാൽ ടിനുവെല്ല ലാൻഡ് എടുക്കാൻ പറ്റും. അല്ലാതെ എംബസി ഒരു ഇതില്ലേ, പിന്നെ വാർത്തയിലിട്ടുണ്ടെന്ന് 2 പേര് വേണമെന്ന്. അവർ 2 പേരും വന്ന എംബസി ഹെൽപ്പ് ചെയ്യുന്നതല്ലേ, അവർ രക്ഷപ്പെട്ട് അങ്ങനെ വന്നതാണ്. സർവേച്ച ഹോസ്പിറ്റലായപ്പോഴത്തേക്ക് അങ്ങനെ ഇറങ്ങിയ ഹോസ്പിറ്റൽ വഴി വന്നതാണ്. പിന്നെ കൂടെ ഇങ്ങനെ പോയി അവൻ എങ്ങനെയെല്ലാം കാക്കി കൂട്ടി ചാടിയില്ലാടാമെന്നോ, അവനെ ആരെല്ലാം ഹെൽപ്പ് ചെയ്യാനാമെന്നോ മനസ്സിലായ. അവിടുന്ന് സ്ഥലം കൊണ്ടായതുകൊണ്ട് അങ്ങനെ വന്നാര്. അവന് ഹോസ്പിറ്റലായിരുന്നു ആ കൂടെ നിൽക്കുന്നതിന്, മനസ്സിലായ. പിന്നെ എംബസി കസ്റ്റഡിയിലാണ് ഓഫീസ്, എംബസി പോയപ്പോഴത്തേക്കും അവർ സഹായിക്കണം പറഞ്ഞു. ഇപ്പം അവർ അത് നാട്ടിലോട്ട് കയറ്റാൻ സഹായിച്ചാൽ മനസ്സിലായ. നാളീ പറയണം, നാട്ടിലോട്ട് കയറ്റാനായിട്ട് വിസ നല്ല രീതിക്ക് പാസ്പോർട്ട് ഇല്ലാതെ നാട്ടിൽ കയറ്റാൻ സഹായിച്ചാൽ. പക്ഷേ ഈ യുദ്ധസ്ഥലത്ത് നിന്നല്ല സഹായിച്ചവർ. പക്ഷെ സഹായിക്കേണ്ടത് ഞങ്ങളാണ്. അവർ സേഫാണ്, അവരെ ഞങ്ങളാണ് സേഫല്ലാത്തത്. ഇതാണ് വിനീതിന്റെ ശബ്ദം. പഞ്ചായത്ത് അംഗം ഷീമ ചേരുന്നുണ്ട്. ശ്രീമതി ഷീമ, ഇവിടെ സങ്കടകരമായ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കാര്യമന്ത്രാലയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്നലെ മറുപടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കൂടുതൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും 4 കുട്ടികളെയും നാട്ടിലെത്തിക്കാനുള്ള, സേഫായിട്ട് നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുടെ കാര്യത്തിന് വേണ്ടി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. നിരന്തരം ഇടപെട്ടുകൊണ്ടാണ് ഓരോ ഓഡിയോ ക്ലിപ്പുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓരോ നിമിഷവും നമ്മളെ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കുറെ നേരം അവരുമായിട്ട് സംസാരിച്ചു, 2 പേരുമായിട്ട്. പക്ഷെ ടിനുവിനെ ഇതുവരെയായിട്ടും നമുക്ക് ലൈനിൽ കിട്ടുന്നില്ല. സൂചനയൊന്നുമില്ല അല്ലെ? ആർക്കും വിനീതിന് സൂചനയൊന്നുമില്ല. ഒരു കമാൻഡറുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ ഈ 5 കിലോമീറ്റർ ചുറ്റളവിൽ കിടപ്പുണ്ട്, ഒരു ക്യാമ്പിലുണ്ടെന്നാ പറയുന്നത്. നേരിട്ട് ഇതുവരെയായിട്ട് അവർ സംസാരിച്ചിട്ടുമില്ല, ഫോണിലും കൂടെ സംസാരിച്ചിട്ടില്ല. പക്ഷെ പ്രിൻസും വിനീതും സംസാരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ വാർത്തകൾ കാരണം നമുക്കറിയാം ഈ ഒരു വലിയ സങ്കടമുള്ള, ഇല്ലെങ്കിൽ വലിയ ആശങ്ക കൂടിയുള്ള ഒരു, കാരണം യുദ്ധമുഖത്ത് എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ആശങ്ക നമുക്കറിയാം എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന്. എന്താണ് അവർ പറയുന്നത്? ഇപ്പൊ ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോ അവന്റെ നല്ല വിഷമമുണ്ട്. കാര്യം അവൻ ഇത്രയും ദിവസമായിട്ട് ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് നമ്മളോട് യാചിക്കുന്നത്, സഹായത്തിന് വേണ്ടിയാ. അവൻ എങ്ങനെയെങ്കിലും, അവൻ നാട്ടിൽ വരാനല്ല പറയുന്നത്, നാട്ടിൽ നിങ്ങൾ എന്നെ പതുക്കെ കൊണ്ടുവന്നാ മതി. എംബസിയുടെ കീഴിൽ എങ്ങനെയും ഞങ്ങളെ ഒന്ന് ആ യുദ്ധമുഖത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് അവൻ യാചിക്കുന്നത്. സർക്കാരുകളുടെ ഇടപെടൽ എങ്ങനെയാണ്? കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടോ, ഇല്ലെങ്കിൽ പരാതി ഉണ്ടോ കുടുംബത്തിനൊക്കെ? സർക്കാർ മുഖ്യമന്ത്രി മെയിൽ അയച്ചിട്ടുണ്ട്, നമ്മുടെ MP അയച്ചിട്ടുണ്ട്, വിദേശകാര്യ സഹമന്ത്രി അയച്ചിട്ടുണ്ട്. എല്ലാവരും ഇവർക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്. നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. എല്ലാവരും ഈ കാര്യം തന്നെ അവരോട് ആവശ്യപ്പെടുകയാണ്, ഇവരെ മോചിപ്പിക്കാനുള്ള. പിന്നെ
വേറൊരു കാര്യമുള്ളത് 128 പേരാണ് അവിടെ അതെ, അതെ, കുടുങ്ങിയിരിക്കുന്നത് അതെ. ഇന്ത്യൻ പൗരന്മാരായിട്ട്. അപ്പൊ അവരെ എല്ലാവരെയും മോചിപ്പിക്കണമല്ലോ. ഉം, അപ്പൊ അതിനുള്ള കാലതാമസം എടുക്കും. ഉം, പെട്ടെന്ന് എടുത്തു മാറ്റാനൊന്നും പറ്റത്തില്ല. ഉം, അതിനുള്ള കാര്യങ്ങൾ പ്രൊസീജിയറൊക്കെ ചെയ്തു വരുമ്പോൾ ഇത്തിരി കാലതാമസം പിടിക്കും. ഉം, ഉം, അപ്പൊ അത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ പഞ്ചായത്ത് അംഗം മാത്രമായിട്ടല്ല സംസാരിക്കുന്നത്. എന്റെ എന്റെ സഹോദരങ്ങളാണ്, എന്റെ കുടുംബാംഗങ്ങളാണ്. അപ്പൊ ആ ഒരു വിഷമവും കൂടെ ഞങ്ങൾക്കുണ്ട്. പഞ്ചായത്ത് അംഗം എന്ന് പറയുമ്പോൾ ഞാൻ ഇവരുടെ ഇടയിൽ നിന്ന് കിടക്കുന്നതാണ്. ഇവരുടെ അടുത്തായിട്ട് ഞാൻ ജീവിക്കുന്നതാണ്. അപ്പൊ അവരുടെ ഏത് കാര്യങ്ങളും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്റെ കൂടെ വളർന്നു വന്നവരവര്. എന്റെ അപ്പച്ചിയുടെയും കൊച്ചപ്പന്റെയും മക്കളായവര്. അപ്പൊ എന്റെ സഹോദരങ്ങളല്ലേ. അപ്പം അവരെ മോചിപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ഞാൻ ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ഇവരെ എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യുന്നത്? ഏത് സമയത്താണ് ഇവർക്ക് സംസാരിക്കാൻ? ഞാൻ കൂടുതലും രാത്രിയാ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കുറെ ദിവസമൊക്കെ എനിക്ക് പറ്റിയില്ല. പിന്നെ വിനീത് ചെറിയ ചെറിയ മെസ്സേജുകൾ തരും. കാര്യം അവന് പറ്റത്തില്ല. അവൻ ഈ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു എങ്ങനെയെങ്കിലും കണ്ടെത്തി അവന്റെ മൊബൈൽ വാങ്ങുമെന്നുള്ളൊരു പേടിയാ അവന്റെ. ആ ഒരു പേടിയിലാണ് അവന് കൂടുതൽ നമ്മളാരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. അവൻ പറയുന്നുണ്ട് ഞാൻ പതുക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെ തന്നെ കുറെ പ്രാവശ്യം അവൻ ഇങ്ങനെ സംസാരിച്ചിട്ട് പെട്ടെന്ന് അവൻ ഓൺലൈനിൽ പോയി. കാര്യം ആരോ കണ്ടു, അവൻ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നത് ആരോ കണ്ടു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ലൈനിൽ വന്നത്. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവരെ ശല്യം ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ. പിന്നെ ആ കമ്മ്യൂണിക്കേഷനും പറ്റില്ലല്ലോ പിടിക്കപ്പെടുകയാണെങ്കിൽ ആ മൊബൈൽ ഇപ്പൊ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ടല്ലോ, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മൊബൈൽ അവർ വീണ്ടും വാങ്ങി വെക്കും. അപ്പൊ നമ്മൾ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും. അപ്പൊ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് അവരുടെ അവസ്ഥ. ഇവരുടെ കൂടെ ഷീമ വേറെ ഇന്ത്യൻസ് ആയിട്ട് ഒത്തിരി പേരുണ്ടോ? എന്താണ് പറയുന്നത്? 128 പേരുണ്ട്. അതായത് ഇവരെല്ലാവരും ഒരുമിച്ച ഒരു സ്ഥലത്താണ്? അല്ല, പല ക്യാമ്പുകളിൽ. അതാ ഞാൻ ചോദിച്ചത്. ഇവരുടെ ഒപ്പം ആരൊക്കെയാണെന്നുള്ളത് വിനീതിന്റെ ഒക്കെ കൂടെ? വിനീതിന്റെ കൂടെ ഉത്തരാഖണ്ഡിലുള്ള ലോബു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ഓക്കെ. ആ കുട്ടിയും എന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ആന്റിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആ കുട്ടിയുടെ പാസ്പോർട്ടൊക്കെ അയച്ചു തന്നു. അവർക്ക് അവരുടെ നാട്ടില് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലേ പാരന്റ്സുമായിട്ടോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും? അതറിയത്തില്ല. പക്ഷെ CBI പറഞ്ഞതു എല്ലാവരുടെയും ഞാൻ അയച്ചു കൊടുത്തു. CBIക്ക് ഞാൻ അയച്ചു കൊടുത്തു ഈ ലോബുവിന്റെ പാസ്പോർട്ടും. ഇപ്പൊ CBIയുടെ മുൻ കിട്ടിയ ഒരു വിവരം എന്ന് വെച്ചാൽ എല്ലാവരുടെയും രേഖകൾ അവർക്ക് കിട്ടി. അവര് ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാ രേഖകളും അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ലോബുവിന്റെയും ലിംബുവിന്റെയും പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നാ സാർ പറഞ്ഞത്. CBIയുടെ നല്ല ഇടപെടൽ ആണല്ലേ? ഓക്കെ. എന്തായാലും കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ ഇടപെടട്ടെ. അവർ സേഫ് ആയിട്ട് ഇപ്പം അവർ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ സേഫ് ആയിട്ട് എത്തിക്കാൻ സാധിക്കട്ടെ. നന്ദി ഷീമ, ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. വിനീതിന്റെ ശബ്ദ സന്ദേശമാണ് വന്നത്. മോചനത്തിന് എംബസി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിനീത്. വലിയ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി വിനീതിന്റെ ആ ശബ്ദ സന്ദേശത്തിലേക്ക്. വേറെ സ്ഥലത്ത് തന്നെ, പക്ഷേ അതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ഈ ലിസ്റ്റ് ചാൻസ് എന്ന് പറയുന്ന സിറ്റിയാണ്. പക്ഷേ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ സ്ലോ ട്രാഫിക്കാണ്. ഈ ലൊക്കാലിറ്റി തന്നെ, ഈ വാർ ഏരിയ സൈഡ് തന്നെ ടിനുവെല്ലാം ഉണ്ട്. ടിനുവെല്ല ഇന്ത്യക്കാർ മിക്ക ആൾക്കാരും ഉണ്ട്. ടിനുവെല്ല എനിക്ക് ലാൻഡെടുക്കാൻ കിട്ടും. എംബസി ഒരു ഹെൽപ്പ് ഇല്ല, ഇവിടെ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ അങ്ങനെ നമുക്ക് ടിനുവെല്ല ലാൻഡെടുക്കാൻ പറ്റും. എന്തെങ്കിലും തീരുമാനം ആയെന്ന് പറഞ്ഞാൽ ടിനുവെല്ല ലാൻഡെടുക്കാൻ പറ്റും. അല്ലാതെ എംബസി ഒരു ഇതില്ലേ. പിന്നെ വാർത്ത എടുക്കണമെന്ന് 2 പേര് വേണമെന്ന്. അവർ 2 പേരും വന്ന എംബസി ഹെൽപ്പ് ചെയ്യുന്നതല്ലേ. അവർ രക്ഷപ്പെട്ട് അങ്ങനെ വന്നതാണ്. സർവീസ് ഹോസ്പിറ്റലായപ്പോഴത്തേക്ക് അങ്ങനെ ഇറങ്ങിയ ഹോസ്പിറ്റലിൽ വന്നതാണ്. പിന്നെ കൂടെ ഇങ്ങനെ പോയി അവൻ എങ്ങനെയെല്ലാം കാക്കി കൂട്ടി ചാടിയിലാണ് അവൻ വന്നത്. അവനെ ആരെല്ലാം ഹെൽപ്പ് ചെയ്താണ് അവൻ വന്നത്. മനസ്സിലായ? അവരിന്ന സ്ഥലം കൊണ്ടായതുകൊണ്ട് അങ്ങനെ വന്നാർ. അവന് ഹോസ്പിറ്റലായിരുന്നു ആ കൂടെ നിൽക്കുന്നവന്. മനസ്സിലായ? പിന്നെ എംബസി ഫസ്റ്റിലെല്ലാം ഓഫീസ് എംബസി പോയപ്പോഴത്തേക്കും അവർ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം അവർ
അത് നാട്ടിലോട്ട് കയറ്റാനുള്ള രീതി സഹായിച്ചാൽ മനസ്സിലാവാൻ ആൻറ്റി പറയണം. നാട്ടിലോട്ട് കയറ്റാനായിട്ട് വിസ എടുക്കുന്ന രീതിക്ക് പാസ്പോർട്ട് ഇല്ലാതെ നാട്ടിൽ കിടന്ന് സഹായിച്ചാൽ, പക്ഷേ ഈ യുദ്ധസ്ഥലത്ത് നിന്നല്ല സഹായിച്ചവർ, പക്ഷെ സഹായിക്കേണ്ടത് ഞങ്ങളാണ്. അവർ സേഫാണ്, അതറിയാം, പക്ഷെ ഞങ്ങളാണ് സേഫ് അല്ലാത്തത്. മോചനത്തിനായി ഇടപെടണമെന്നാണ് വിനീത് ആവശ്യപ്പെടുന്നത്. ശ്രമം തുടരുകയാണെന്ന് ഇന്ത്യൻ എംബസിയും അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് അവർക്ക് സേഫായ ഇടത്തേക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കാം.